അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സുന്നത്ത് നമസ്കാരത്തിന് ഇക്കാമത്ത് കൊടുക്കണോ എന്ന് പലപ്പോഴും ചില ആളുകൾ ചോദിക്കാറുണ്ട്. നാം മനസ്സിലാക്കേണ്ടത്, ഇതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ ഹദീസുകൾ നമുക്ക് തെളിവ് കാണാൻ കഴിയും. കാരണം ജാബിർ ബിൻ സമുറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, സല്ലൈതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈദൈൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഈദുൽ അദ്ഹയും ഈദുൽ ഫിത്റും എല്ലാം ഞാൻ നമസ്കരിച്ചിട്ടുണ്ട്. ഗൈറ മറത്തിൻ വലാ മറത്തൈൻ, ഒന്നോ രണ്ടോ പ്രാവശ്യമല്ല, പലവട്ടം ഞാൻ നമസ്കരിച്ചിട്ടുണ്ട്. ഇക്കാമത്തോ അദാനോ ബാങ്കോ ഇക്കാമത്തോ അവിടെ വിളിച്ചതായി ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ വളരെ വ്യക്തമായി തന്നെ സ്വഹാബത്ത് പറയുന്നത്, പെരുന്നാൾ നമസ്കാരത്തിന് പോലും ബാങ്കും ഇക്കാമത്തും വിളിച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ ഇതിനെ വിശദീകരിച്ച് പണ്ഡിതന്മാർ പറയുന്ന കാര്യം, പെരുന്നാൾ നമസ്കാരത്തിൽ പോലും ബാങ്കും ഇക്കാമത്തും ഇല്ലെങ്കിൽ ബാക്കി സുന്നത്ത് നമസ്കാരങ്ങൾക്ക് പറയേണ്ടതില്ലല്ലോ. അപ്പോൾ ബാക്കി സുന്നത്ത് നമസ്കാരങ്ങൾക്ക് ബാങ്കും ഇക്കാമത്തും വിളിക്കേണ്ടതില്ല എന്ന് തന്നെയാണ്. അതേപോലെ തന്നെ ഉസൈമിൻ റഹ്മത്തുള്ളാഹി അലൈഹി ഇതിനെ ഒന്നുകൂടി ക്ലിയർ ആയി വ്യക്തമായി പറയുന്നത്, അൽ അദാനു വൽ ഇഖാമ ഇന്നമാ ഹുവ ലിസ്സലവാത്തിൽ ഖംസ് ഫഖത്ത്, ബാങ്കും ഇഖാമത്തും 5 വഖ്ത് നമസ്കാരങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. അപ്പൊ സുന്നത്ത് നമസ്കാരങ്ങൾക്ക് വേണ്ടി ബാങ്കും ഇഖാമത്തും കൊടുക്കേണ്ടതില്ല, അത് ഫർള് നമസ്കാരങ്ങൾക്ക് മാത്രം പരിമിതപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.